പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലഞ്ച് മെനു ആണ്. മത്തിക്കറിയും നെയ്വറ്റ വറുത്തതും അതുപോലെ തന്നെ കൂർക്ക കൊണ്ട് ഒരു ഡ്രൈ റോസ്റ്റും. സിമ്പിളായിട്ട് നമുക്ക് തേങ്ങയില്ലാതെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നല്ലേ. ആദ്യം തന്നെ കൂർക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതാക്കി മുറിച്ചിട്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് 2 സ്പൂൺ അടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം ഒരു ബാച്ച് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചൊന്ന് ഹാഫ് കുക്ക് ആയി വരുമല്ലോ. ആ സമയത്ത് ചെറിയുള്ളി അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ആ രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആയി അതുപോലെ കൂർക്കൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം. കുറച്ചും കൂടെ ഡീപ്പ് ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബാച്ച് റെഡി ആയി കഴിഞ്ഞാൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഇട്ടിട്ട് കൂർക്ക അങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ കൂർക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മിക്കവാറും എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മീൻ ഫ്രൈ ചെയ്യുക. എന്നാലും നമ്മൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ റെഡിയാക്കാം. ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. ആദ്യം ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു സ്പൂണിൻ്റെ അടുത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ മിക്സിയുടെ ഈ സൈഡിലൊക്കെ ഉള്ളതൊക്കെ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് മീനിലെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നെയ്വറ്റയാണെന്നേ ഉള്ളൂ. ഏതിലാണെങ്കിലും നമുക്ക് മത്തിയിലോ ഏത് മീനാണെങ്കിലും ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. അതും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരു നല്ല മണവും വരും. അതുപോലെ തന്നെ മീനിൻ്റെ അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് 2 സൈഡും ഒരു സൈഡ് റെഡി ആകുമ്പോൾ വേറെ സൈഡ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. മത്തിക്കറിയുടെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഒരുപാട് ലെങ്ത് ആയി പോകുമല്ലോ. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങ ഒഴിക്കാത്ത കറിയാണല്ലോ. കപ്പയുടെ കൂടെയോ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ചട്ടിയിൽ തന്നെ വയ്ക്കണമെങ്കിൽ 2-3 ദിവസം വരെ അത് കേടാവാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വീഡിയോസ് റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.